ഈശ്വര, ഇതെല്ലാം ഹൃദ്രോഗത്തിനുള്ള മരുന്നുകൾ തന്നെയാണല്ലോ. രക്തം കട്ടുപിടിക്കുന്നത് തടയാനും സ്ട്രോക്ക് വരാതിരിക്കാനുള്ള മരുന്നുകളാണ് ഞാൻ ഈ കഴിച്ചതെല്ലാം. ഈ തലവേദന അല്ലാതെ മറ്റെന്തെങ്കിലും പ്രോബ്ലം സമൃദ്ധിക്കുണ്ടോ? ബൈ ബർത്തുള്ള ഒരു ഹാർട്ട് പ്രോബ്ലം സമൃദ്ധിക്കുണ്ട്. സർജറി നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാ. അപ്പോ ഗോകുല ഡോക്ടർ ഹർഷനോട് പറഞ്ഞത് ശരിയാ. ഞാനൊരു ഹൃദ്രോഗിയാ. എന്റെ അന്വേഷണങ്ങളെല്ലാം എന്നിൽ തന്നെ അവസാനിച്ചല്ലോ ദൈവമേ. ഈ വീട്ടിൽ രാവിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതായോ? അതെനിക്കെങ്ങനെ അറിയാം? അതുകൊണ്ടാണോ കുട്ടികൾക്ക് അമ്മ പഴങ്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നേ? കുട്ടികളൊന്നും പഴങ്കഞ്ഞി കുടിക്കില്ല എന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? മീരടുത്തെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു വെക്കാൻ ഞാൻ എന്താ? പിന്നെ എന്റെ മടിയിലേ പണം കായ്ക്കുന്ന മരമല്ലേ ഇരിക്കുന്നേ. എപ്പോഴും ഇങ്ങനെ കുലുക്കി എടുക്കാൻ വേണ്ടിട്ട്. ഈ വീട്ടിലെ ബുദ്ധിമുട്ട് വലുത് നിനക്കറിയാമോ? മീരടുത്തി അങ്ങനെ പറയരുത്. കഴിയുന്ന പോലെ നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നില്ലേ? നീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കല്ലേ. കുറച്ചു ദിവസമായി എനിക്കത് വിറകേറിയിരിക്കുക. എന്റെ കൊച്ചിന് ഒരു നല്ല കോച്ചിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല. അതിപ്പോ എന്റെ കുഴപ്പമാണോ? അല്ല, എന്റെ കുഴപ്പ. നല്ല ഒന്നാം തരം ഒരു വീടും വെച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള കാശ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്റെ കുടുംബത്തിന്റെ ഷെയർ കിട്ടിയത്. അതൊക്കെ എങ്ങനെയാ തീർന്നെന്ന് നിനക്കൂടി അറിയാലോ. അതിനിടയിലാ അവളുടെ ഒരു പഴങ്കഞ്ഞി കണക്കും കൊണ്ട് വന്നിരിക്കുന്നത്. മീരടുത്തിന്റെ പൈസ എടുത്തു കൊടുക്കാൻ ആരെങ്കിലും നിർബന്ധിച്ചായിരുന്നോ? സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ എടുത്തു കൊടുത്തത്? അതിനിപ്പോ ഞങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാ? മിണ്ടിപ്പോരുത് നീ. എന്റെ കുടുംബത്തിന് വേണ്ടിയല്ല ഞാൻ ഇതൊക്കെ ചെലവാക്കിയത്. നിന്റെയും നിന്റെ ഭർത്താവിന്റെയും കുടുംബത്തിന് വേണ്ടിട്ടാ. അത് നിനക്ക് ഓർമ്മ വേണം. എങ്ങനെയുണ്ട്? നല്ലതാ. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്റെ പഴങ്കഞ്ഞി എവിടെ? അയ്യോ, ഇന്നലെ രാത്രി ആന്റി ഇത് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് കൊതിയായിട്ട് പാടില്ലായിരുന്നു. നിനക്കേ ഞാൻ തരാം. എന്തൊരു രുചി ആണോ? അമ്മമ്മേ, ഇതിന്റെ റെസിപ്പി എവിടെന്നാ പഠിച്ചേ? എങ്ങനെ അമ്മമ്മ ഇത് ഉണ്ടാക്കുന്നേ? ഇതേ അമ്മൂമ്മയുടെ റെസിപ്പിയാ. പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അതെ. അച്ഛാ, ഇത് സൂപ്പർ ഐഡിയ. ഒരു ഹോം കിച്ചൺ, നൊസ്റ്റാൾജിയുള്ള ഐറ്റംസ്. അങ്ങനൊരു കിച്ചൺ ഇവിടെ എങ്ങുമില്ല. അച്ഛൻ എന്തു പറയുന്നു? നമുക്കൊന്ന് നോക്കിയാലോ? മക്കളെ, എന്റെ കുട്ടിക്കാലത്തെ അന്നൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. ഒരുപാട് പേരുടെ വയറ് നിറയ്ക്കാൻ എന്റെ മുത്തശ്ശി ചെയ്തിരുന്ന പണിയായത്. എല്ലാ ദിവസവും കുറച്ച് ചോറ് കൂടുതലങ്ങ് വെക്കും. വൈകുന്നേരം അതെടുത്ത് വെള്ളത്തിലിടും. കുറച്ച് ഉപ്പ് ചേർക്കും. എന്തിനാന്നറിയോ? ചോറ് കേടാവാതിരിക്കാൻ. പിന്നെ തലേദിവസത്തെ കപ്പയും തൈരും പച്ചമുളകും ഒക്കെ ചേർക്കും. അന്നൊക്കെ ഈ ഉണക്കമീന്ന് പറഞ്ഞാലേ ഒരു കഷ്ണത്തിന് വേണ്ടി ഞങ്ങള് പിള്ളേരെല്ലാം കൂടെ ചേർന്നടി വെക്കും. ഒടുവിൽ എല്ലാരും തൃപ്തിപ്പെടുത്താൻ വേണ്ടി മുത്തശ്ശി ആ ഒരു കഷ്ണം ഉണക്കമീൻ ഈ പഴങ്ങഞ്ഞിലങ്ങ് ഞെരടിത്തരും. ഞങ്ങള് കുട്ടികളെല്ലാരും കൂടെ തലേദിവസത്തെ മീൻചട്ടി കാണും. അതിലിട്ട് ഇളക്കി കഴിക്കും. അന്ന് അത് നോക്കി നിൽക്കുമ്പോ എന്റെ അമ്മയുടെ കണ്ണു നിറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്.
അതിന് അമ്മ എന്തിനാ കരയുന്നേ? ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ അമ്മ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുണ്ടല്ലോ, ആ സ്നേഹം മതി ഞങ്ങൾക്ക്. അതെ, അമ്മ ഒരു ഉരുള എനിക്ക് വാരി തന്നെ. ചെല ആ അല്ലെങ്കിലും അമ്മയ്ക്ക് മരുമകളോടാ എന്നെക്കാളും സ്നേഹം. അതെ, ഒന്ന് പോടാടുന്നു.